വെൽക്കം ബാക്ക് ടു ബ്രേക്കിംഗ് ഫീവേഴ്സ്. അപ്പോൾ ഇതെൻ്റെ നാടാണ്. ഇവിടെ മാവിലായി എന്ന് പറയും. ഈ ഒരു നാട്ടിൽ നടക്കുന്ന വിഷുവായിട്ടനുബന്ധിച്ച് നടക്കുന്ന ഉത്സവത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വിഷു ആഘോഷം കഴിഞ്ഞ് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. ഒരാഴ്ചയല്ല, ഒരു 10 ദിവസത്തോളമായി വിഷു കഴിഞ്ഞിട്ട്. ഞാൻ ഈ വീഡിയോ നേരത്തെ ഇടണമെന്ന് വിചാരിച്ചാണ്. എൻ്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഒരുപാട് കാലമായിട്ട് വീഡിയോ ഇല്ലാഞ്ഞത്. അപ്പോൾ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളും അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വീഡിയോ ആണ് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പം മാവിലായി എന്ന് പറയുമ്പോൾ തന്നെ അടി ഉത്സവത്തിന് പേര് കേട്ട ഒരു നാടാണ്. അടി ഉത്സവം എന്ന് പറഞ്ഞാൽ തല്ലുകൂടലല്ല, ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ചടങ്ങാണ് മാവിലക്കാവിലെ അടി എന്ന് പറയുന്നത്. കണ്ണൂരിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഉത്സവമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അണ്ടലൂർക്കാവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ പ്രാധാന്യമുള്ള ഒരു ഉത്സവം തന്നെയാണ് ശരിക്കും മാവിലക്കാവിലെ അടി എന്ന് പറയുന്നത്. മാവിലക്കാവ് ദൈവത്താറുണ്ട്, അണ്ടലൂർ ദൈവത്താറുണ്ട്, കാപ്പാടുണ്ട്, അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ദൈവത്താറുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ടാണ് അടി ഉത്സവം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇതിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ കാണുന്ന വിഷ്വൽ എന്ന് പറയുന്നത് മോച്ചേരി വയൽ എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന തിക്കൽ എന്ന് പറയുന്ന ഒരു ചടങ്ങാണ്. ഈ അടി ഉത്സവത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അടി ഉത്സവത്തിൻ്റെ തലേ ദിവസം, അതായത് 3-ാം തീയതി എന്ന് പറയുന്നത് വിഷു കഴിഞ്ഞിട്ടുള്ള 3-ാമത്തെ ദിവസം നടക്കുന്ന തിക്കൽ എന്ന് പറയുന്ന ഒരു ചടങ്ങാണ്. അതിൻ്റെ കുറച്ച് വിഷ്വലാണ് ഈ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു തിക്കൽ കഴിഞ്ഞതിന് ശേഷം, അതായത് ഇവിടുന്ന് ഈ ഒരു തിക്കൽ കഴിഞ്ഞതിന് ശേഷം ദൈവത്താർ അടുത്ത അതായത് മാവിലക്കാവിലേക്കുള്ള യാത്ര മധ്യത്തിൽ വെച്ചിട്ട് മുന്നിര എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് ആറാട്ര എന്ന് പറയും, അവിടെ വെച്ചിട്ട് ഒരു തിക്കൽ കൂടിയുണ്ട്. അപ്പോൾ അവിടെയും വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഓരോ ഘട്ടമായിട്ടാണ്. 5 ദിവസങ്ങളിലും 5 രീതിയിലുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതായത് 1-ാം തീയതി നമുക്കിവിടെ മുടി ഉണ്ട്, മോച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് മുടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം, വിഷു കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം കച്ചേരിക്കാവിലെ അടിയും അവിൽക്കൂട് എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. അതിനുശേഷം 3-ാമത്തെ ദിവസമാണ് ഈ തിക്കൽ നടക്കുന്നത്. 4-ാം തീയതി നീലാഞ്ചിറ വയലിൽ നടക്കുന്ന അടി ഉത്സവമാണ്. അത് കഴിഞ്ഞ് 5-ാം തീയതി നടക്കുന്നത് മഞ്ഞക്കുറിയേർ, അങ്ങനെയുള്ള കുറച്ച് ചടങ്ങുകൾ ഉണ്ട്. മഞ്ഞക്കുറിയേർ, ആറാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ 4-ാം തീയതി തന്നെ നടക്കുന്ന മറ്റൊരു ചടങ്ങാണ് നടവാഞ്ഞിങ്കേറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ചടങ്ങുകൾ ഇവിടെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ചെറിയ രീതിയിലുള്ളൊരു വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം, 3-ാം തീയതി തിക്കലായ ദിവസം. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വിഷ്വലും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് എൻജോയ് ചെയ്യുക.
മുന്നോട്ടേക്ക് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാഴ്ചകൾ എന്നുള്ളത്. അപ്പം മാവിലാക്കാവിലെ ഉത്സവത്തിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അടി ഉത്സവത്തിൻ്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അടുത്തതായിട്ട്. അപ്പം തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. നിങ്ങൾ ബാക്കിയുള്ള വീഡിയോ കൂടി എൻജോയ് ചെയ്യുക. ദിസ് ഈസ് ഫാൻ ബോയ് സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ബ്രേക്കിംഗ് ഫ്രീ ബേർഡ്സ്.
കരിമരുന്ന ഒരിക്കുന്ന സ്ഥലത്ത് ആളുകൾ നിർബന്ധമായി പിറകോട്ട് മാറി നിൽക്കണം. മുന്നറിയിപ്പില്ലാതെ തന്നെ കരിമരുന്നിന് തിരികൊടുക്കുന്നതായിരിക്കും. കാലാവസ്ഥ പ്രതികൂലമായി വരികയാണ്. അടി ഉത്സവം അവസാനിക്കുന്നതിന് മുമ്പായി തന്നെ ചിലപ്പോ കരിമരുന്നിന് തിരികൊടുക്കേണ്ടതായി വരും. നിർബന്ധമായും